ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇത് നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്. എൻ്റെ ഒരു റാഖി ബ്രദറുണ്ട് വലേക്കർ എന്ന് പറയുന്നത്. ആ വലേക്കറിൻ്റെ മോൻ്റെ കല്യാണമാണ്. അതിനുവേണ്ടി ഞാൻ ബോംബെയിൽ നിന്ന് ഇവിടെ വന്നായിരുന്നു. അപ്പം ഈ വലേക്കർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. വലേക്കറിൻ്റെ വീട്ടിൽ ഒരുപാട് ഈ ഇന്ദ്രായണിയുടെ അരിയുടെ കൃഷിയുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇന്ദ്രാണിയുടെ ബാഗ് വലേക്കർ വർഷങ്ങളായിട്ട് എനിക്കാണ് തരുന്നത് കേട്ടോ. ഇന്ദ്രാണി എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സ്മെല്ലുള്ള ഒരു അരിയാണ്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാനുണ്ട്, പിന്നെ ശ്വേതയുണ്ട്, പിന്നെ രുദ്രനുണ്ട്, അത് കഴിഞ്ഞിട്ട് തനിഷ്കയുണ്ട്, പിന്നെ നിഖിലുമുണ്ട്. അപ്പോൾ നമ്മൾ കല്യാണ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് കല്യാണ വിശേഷങ്ങളുമായിട്ട് കാണാം. നമ്മൾ കല്യാണ സ്ഥലത്തെത്തി. നമ്മൾ ഉബർ ബുക്ക് ചെയ്താൽ പോയത്. അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ നമ്മൾ നിയർലി 1 hour ലേറ്റായിട്ടാണ് കല്യാണ സ്ഥലത്ത് വന്നത്. മുഹൂർത്തം 5:30 പക്ഷെ മഹാരാഷ്ട്രീയൻ കല്യാണം ഒന്നും സമയത്ത് നടക്കത്തില്ല. വരുന്നവരെയൊക്കെ സ്റ്റേജിൽ വിളിച്ച് ആദരിച്ച് അങ്ങനെ ആണ്. അതുകൊണ്ട് കല്യാണം ഇന്ന് ലേറ്റായിരിക്കും. ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് മണ്ഡപം കാണാൻ മണ്ഡപത്തിലേക്ക് ചെറുക്കനെയും പെണ്ണിനെയും കൂടെ വിളിച്ചിട്ട് കല്യാണം നടത്താൻ പോവാണ്. ചെറുക്കനും പെണ്ണും മണ്ഡപത്തിൽ വന്നു. സാധാരണ ചെറുക്കനെയും പെണ്ണിനെ ആനയിച്ചുകൊണ്ട് വന്ന പരമ്പരാഗതമായ മറാഠി സ്റ്റൈലിൽ മറാഠ സ്റ്റൈലിലൊക്കെ ഒരുങ്ങിയ ആൾക്കാരാണ് ഇപ്പോൾ പോയത്. അതുപോലെ പെണ്ണിനെയും ചെറുക്കനെയും പുറത്തെടുക്കുന്നുണ്ട്. ഇത് രഥമാണ്. ഈ രഥത്തിലാണ് വന്നത്. അപ്പം ചെക്കനാണെങ്കിൽ അക്ഷയ്, അവന് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. രണ്ടും പെണ്ണാണെങ്കിലും പരിചയമുള്ള ഞങ്ങളുടെ നെയ്ബറിന്റെ പെണ്ണുങ്ങളുടെ മോളാണ്. കല്യാണം നടക്കുകയാണ്. മഹാരാഷ്ട്ര കല്യാണത്തിൽ മംഗളാഷ്ടകമൊക്കെ ഉണ്ട്. ആ മംഗളാഷ്ടകം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാവുന്ന പോലെ വെച്ചിട്ടുണ്ട്. ദൂരെ നിന്നാണ്, ആ തിരക്കിലൊന്നും പോയില്ല, ദൂരെ നിന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ മംഗളാഷ്ടകം ചൊല്ലുമ്പോഴാണ് ഓരോരുത്തരും നമ്മളിങ്ങനെ അക്ഷത എന്ന് പറഞ്ഞാൽ അരി ഇങ്ങനെ അരിയിടുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ശുഭമംഗള സാവധാനം എന്ന് പറയുമ്പോൾ അരിയിടും. കല്യാണത്തിന് നടത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ചെക്കനെയും പെണ്ണിനെയും ഒരു സൈഡിൽ നിർത്തിയിട്ട് അവിടെ നടുക്കൂടെ ഒരു പടത ഇടും. നമ്മുടെ നാട്ടിൽ കഥകളിക്ക് പടത വെക്കുന്ന പോലെ ഒരു പടതയുടെ 2 സൈഡിലുമാണ് ചെറുക്കനും പെണ്ണും കൂടെ വെക്കുന്നത്. പടത താഴ്ത്തു കഴിയുമ്പോഴാണ് ചെറുക്കനും പെണ്ണും കൂടെ മാല ഇടുന്നത്. ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അനുസരിച്ച് മാല ഇടാൻ മംഗളാഷ്ടകം കഴിഞ്ഞാൽ പോലും ഫോട്ടോഗ്രാഫർ മാല ഇടാനായിട്ട് വേറൊരു സ്ഥലത്തോട്ടൊക്കെ നീക്കിക്കൊണ്ടുപോയിട്ട് ആ പെണ്ണിനെയും ചെക്കനെയും കൊണ്ട് മാല ഇടുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ചു പോകണം. എനിക്ക് നാളെ ബോംബെക്ക് പോകാനുള്ളതായതുകൊണ്ട് ഏത് വീട്ടിലിറങ്ങിയിട്ട് എനിക്ക് തിരിച്ചു പോകണം. മംഗളാഷ്ടകം കേൾക്കാൻ നമുക്ക് അതേപോലെ കേൾക്കാൻ കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് കൂടി പോവാണ്. നമുക്ക് സ്റ്റേജിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു. ചെറിയ പൂജകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് ചെക്കനെ കന്യാദാനം ബാക്കിയുള്ളതുകൊണ്ട് ചെക്കനെയും പെണ്ണിനെയും സ്റ്റേജിൽ നിർത്തിയേക്കാണ് പൂജാരി. കന്യാദാനത്തിന് ഇവിടെ 5 പാത്രങ്ങളൊക്കെ കൊണ്ട് അമ്മാവനൊക്കെ ചെന്നിട്ടൊക്കെയാണ് കന്യാദാനം നടത്തുന്നത്. माझ्या घरी करते ना. നിങ്ങളെ ചെക്കനെയും പെണ്ണിനെയും ഒന്ന് കാണിക്കാൻ വളരെ കഷ്ടപ്പെടുകയാണ്. അവരുടെ ആളുകളുടെ തിരക്ക് കാരണം അവരുടെ മുഖം ശരിക്ക് കാണാൻ പറ്റുന്നില്ല. കന്യാദാനം കഴിഞ്ഞ് ചെറുക്കനെയും പെണ്ണിനെയും കൂടെ സ്റ്റേജിന്റെ മുന്നിലേക്ക് വിളിച്ചിട്ട് പരസ്പരം മാല ഇടിപ്പിക്കുകയാണ്. അവിടുത്തെ ലൈറ്റ് കാരണം എനിക്കത് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫറുടെ ഓരോരോ
പുതിയ പുതിയ മോഡലുകളാണ് നമ്മൾ കാണുന്നത്. അത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ മാല ഇടുന്നൊന്ന് ദൂരേന്ന് കാണാം. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് ആഹാരം കഴിച്ചു വന്നു. അപ്പം ഞാൻ വീഡിയോ